Welcome to Upstudy Podcast. Business strategies, business insights, brand stories, marketing trends ഇങ്ങനെ ബിസിനസ് ഓണേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന സീരീസാണ് അപ്സ്റ്റഡി പോഡ്കാസ്റ്റ്. നമ്മൾ ഈ അടുത്ത് കോഴിക്കോടുള്ള വ്യത്യസ്തമായ ബിസിനസ്സുകളെ കുറിച്ച് പഠിച്ചപ്പോഴേ കോഴിക്കോടുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് അടച്ചു പൂട്ടുമ്പോൾ ബാക്കിയാവുന്ന എക്യുപ്മെൻറ്റ്സ്, മെഷീനറി തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഒരു പുതിയ ബിസിനസ് തുടങ്ങിയതായിട്ട് ഞാൻ കേട്ടു. പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടങ്ങുകയും പൂട്ടുകയും ചെയ്യുന്ന ബിസിനസ്സാണ് റെസ്റ്റോറൻറ്റ്, കഫേ പോലെയുള്ള ബിസിനസ്സുകളെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ. അത് എന്ത് തോന്നുന്നു അതേക്കുറിച്ചിട്ട്? ഇപ്പോൾ കേരളത്തിലെ ഒരു ഫുഡ് ഹബ് എന്ന് വിളിക്കാവുന്ന കോഴിക്കോടാണ്. ഏറ്റവും വ്യത്യസ്തമായ തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ചെയിനുകൾ, കഫേകൾ ഒക്കെ പെട്ടെന്ന് തുടങ്ങുകയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അടച്ചു പൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് പല ഭാഗങ്ങളിലും ഈ യാർഡുകളും വെയർ ഹൗസുകളും കണ്ടു. അവിടെ റെസ്റ്റോറൻറ്റുകൾ ഉപയോഗിച്ചിരുന്ന കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, ഫർണിച്ചേഴ്സ്, അതേപോലെയുള്ള കൗണ്ടർ ടോപ്പുകളൊക്കെ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്നു. അത്രയും എണ്ണം റെസ്റ്റോറൻറ്റ്സ് കോഴിക്കോട് അടച്ചുപൂട്ടുന്നു. കേരളത്തിൽ ഉടനീളം അത്തരം ഒരു ട്രെൻഡ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കോഴിക്കോട് പ്രത്യേകിച്ചും എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സും കോഴിക്കോടുണ്ട്. എല്ലാ നിലവാരത്തിലുള്ള അപ്സ്കെയിൽ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സ് മുതൽ താഴെക്കിടയിലുള്ള ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ വരെ ഇത്തരത്തിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരു ട്രെൻഡ് എന്ന് പറയുന്നുണ്ട് എസ്തെറ്റിക് കഫേസ്. ആളുകൾ തുടങ്ങുന്നു, അടച്ചുപൂട്ടുന്നു. അതെ. അതിൽ പിന്നെ കൗതുകം എന്ന് വെച്ചാൽ ഈ ഹോട്ടലുകൾ തുടങ്ങുകയും പൂട്ടുകയും ചെയ്യുന്ന ഹോട്ടലുകളിലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി പൂട്ടുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി തുറക്കുന്ന ഇപ്പുറത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ബിസിനസ്. അപ്പോൾ അവിടെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം, അപ്പോൾ ജനങ്ങൾ ഈ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് തുടങ്ങേണ്ടത്, ഏത് ലൊക്കേഷനിലാണ്, ഇവിടെ തുടങ്ങിയാൽ അത് പച്ച പിടിക്കുമോ, വളരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാതെയാണോ ശരിക്ക് പലരും തുടങ്ങുന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചൊരു കാര്യം. അപ്പോൾ അതിൽ പിന്നെ സത്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ. ഏത് ലൊക്കേഷനാണ്, അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന കസ്റ്റമേഴ്സ് വരുമോ? കേരളത്തിലൊരു രസം എന്താ, ഒരാൾ ഒരു തട്ടുകട തുടങ്ങിയിട്ട് അവിടെ ഒരു അല്പം ഒന്ന് ഭംഗിയായി ഉഷാറായി വരുമ്പോഴേക്ക് തൊട്ടടുത്ത് ഇവൻ്റെ അയൽക്കാരൻ അതേ ഫോർമാറ്റിൽ മറ്റൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റുകളുടെ ഒരു അവസ്ഥയുള്ളത്. ഒരുപാട് ആൾക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് ആൾക്കാർ അറിയാം 20 lakh 50 lakh 1 CR ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല പ്രത്യേക ഒരു തീമിലൊക്കെ ആയിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ഒരു 6 മാസം 8 മാസം അല്ലെങ്കിൽ കൂടി വന്നാൽ 1 കൊല്ലം 1.5 കൊല്ലം ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനം ഈ ബിസിനസ്സുകൾക്കില്ല, കാണുന്നില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം ഒന്ന് ലൊക്കേഷനാണ്. അതുപോലെ പിന്നെ ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ? റെസ്റ്റോറൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള വലിയൊരു ദുരന്തം എന്ന് വിളിക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്സ്കെയിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്സ്കെയിൽ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ബിഗ് സ്കെയിലുള്ള കുറേ സ്പേസും കുറേ സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ്സും പലതരത്തിലുള്ള ഇതേപോലെയുള്ള വാല്യൂസും കോസ്റ്റും കൂടുന്ന തരത്തിലുള്ള ബിസിനസ് മോഡലുകൾ, റെസ്റ്റോറൻറ്റ് മോഡലുകൾ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇത് പരാജയപ്പെട്ടാൽ ഉണ്ടാവുന്ന നഷ്ടത്തിൻ്റെ കണക്കും അതിനനുസരിച്ച് തന്നെയാണ് കൂടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് എന്താണ്, ഏത് തരത്തിലുള്ള കസ്റ്റമറെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്, ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് പോലെ തുടങ്ങുകയും പാൻ ഏഷ്യൻ എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ ആ ക്വാളിറ്റി നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ വിഷയത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഓരോ അങ്ങാടിയിലും സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഒരേ ഫോമാറ്റിൽ. ഒന്നുകിൽ മറ്റൊരു ലുലു ആവാനോ മറ്റൊരു നെസ്റ്റോ ആവാനുള്ള ശ്രമമായിരിക്കാം, അതല്ലെങ്കിൽ പൂർണ്ണമായൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഫോമാറ്റിലേക്ക് എത്താത്ത രൂപത്തിലുള്ള റെസ്റ്റോറൻ്റ് ആയിരിക്കാം, ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് മോഡലുകൾ കാണുന്നു. അവർ ജയന്റുകളായിട്ട് തന്നെ തുടരുന്നുണ്ട്. ലീഡിൽ, അതേപോലെ സാർ എപ്പോഴും പറയുന്ന പോലെ ടെസ്കോ, 7-Eleven
പോലെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റ് മോഡലുകൾ അവയെല്ലാം തന്നെ ഒന്നിലൊന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സക്സസിൻ്റെ പിന്നിലുള്ള രഹസ്യം. അതെ അതെ. അല്ല, ഈ ഹോട്ടലുകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏതാണ്ട് സൂപ്പർ മാർക്കറ്റും. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലത് ഒരു മൈക്രോ മീഡിയം ലെവലിലുള്ള സൂപ്പർ മാർക്കറ്റുകളെ നമുക്ക് കാണാം. ചെറിയ ചെറിയ അങ്ങാടികളിൽ, വലിയ ടൗണുകളിൽ അത്യാവശ്യം ലാർജ് സ്കെയിലിൽ തുടങ്ങുന്നവർ, അവരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ, ചെറിയ ടൗണുകളിൽ എന്ന് വെച്ചാൽ അവർ കൂടി വന്ന ഒരു 500 വീടുകളിടത്താണ് അവർ വലിയ പ്രതീക്ഷയിൽ തുടങ്ങുകയാണ്. ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് അവർ തുടങ്ങുന്നത്. പക്ഷേ അവർക്ക് അതിനെ 5-6 മാസം ഒരു നമ്മൾ പൊതുവേ പറയാറുണ്ട് പ്രാരംഭ ശൂര കേരളീയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വൈബിൽ അങ്ങ് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന പ്രൈസുമായിട്ടൊക്കെ അത്രയും വ്യത്യാസത്തിലൊക്കെ കൊടുക്കാൻ പറ്റണമല്ലോ, അപ്പോൾ പറ്റുന്നില്ല. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം വലിയ ലാർജ് സ്കെയിലായിട്ട് തൗസൻഡ്സ് ഓഫ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ടെസ്കോ, സെയിൻസ്ബറി, വെയ്റ്റ്രോസ്, ഇതൊക്കെ UK ലീഡിങ് ആയിട്ടുള്ള പിന്നെ സൂപ്പർ മാർക്കറ്റുകളാണ്. ടെസ്കോയൊക്കെ പിന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഓൺലൈൻ, അതുപോലെ തന്നെ ഡ്രോൺ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വന്നിട്ടും അവരുടെ ബിസിനസ്സിന് ഒരു പൊടി പോലും മാറ്റം വന്നിട്ടില്ലല്ലോ. ആ മുമ്പ് എത്ര വോളിയം ബിസിനസ് നടത്തിയോ അതേ വോളിയത്തിൽ ഇവർ സൂപ്പർ മാർക്കറ്റുകൾ ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അവർ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ പിന്നെ ഈ ടെസ്കോയുടെ ഒരു സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ അവരുടെ ലോയൽറ്റി കാർഡ് സിസ്റ്റമാണ്. ക്ലബ് കാർഡ് എന്നാണ് അവരതിന് പറയാം. 20 മില്യൺ കസ്റ്റമേഴ്സാണ് അതിലുള്ളത്. അപ്പം എന്ത് ഓൺലൈൻ വന്നാലും ഇവർക്ക് ഇവരുടെ സെയിൽ ഉറപ്പാണ്. കാരണം ആ കസ്റ്റമേഴ്സിന് കണ്ടിന്യൂസ് ആയ ഒരു റിവാർഡ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എല്ലാ റിപ്പീറ്റ് പർച്ചേസും ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടെസ്കോ, അവരുടെ ചൊല്ലന്നെ നമുക്കറിയാലോ, ടെസ്കോയുടെ ഒരു പ്രത്യേകത എ ലിറ്റിൽ ബെറ്റർ എവരിഡേ എന്നാണ് അവരുടെ മോട്ടോ. അങ്ങനെയാണ് ഓരോ ദിവസവും, അതായത് അവരുടെ കസ്റ്റമേഴ്സിനോടും അവരുടെ എംപ്ലോയീസിനോടും അവർ പറയുന്നത് എ ലിറ്റിൽ ബെറ്റർ എവരിഡേ. ഓരോ ദിവസവും കുറച്ചുകൂടെ നന്നായി കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റുക. അപ്പം ഇത്രയും മില്യൺ കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലുണ്ട്, പോവില്ല. ഇതേപോലെയാണ് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റ്. പക്ഷെ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പം ഇങ്ങനൊരു പിക്ചർ ഒന്നുമില്ല. എപ്പം ബ്രേക്ക് ഇവണത്തും എത്ര കസ്റ്റമർ നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ പുതിയ നീഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 7-Eleven എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ, പിന്നെ ഡെയിലി ആളുകൾ കമ്മ്യൂട്ട് ചെയ്യുന്ന ഏരിയകളിലൊക്കെ കൺവീനിയൻസ് സ്റ്റോർ എന്ന മോഡലാണ്. വാക്ക് ഇൻ വാക്കൗട്ട് എന്നുള്ള ഒരു കൺവീനിയൻസ് ആണ് 7-Eleven കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനി ഡെയിലി നീഡ്സ് ആണ് അവർ അഡ്രസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ഡെയിലി മിനി നീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ പോലും, വേൾഡ് വൈഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യം നൽകുക തായ്ലൻഡ് പോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിൽ, ഹോങ്കോങ്, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറിസ്റ്റുകൾ ഈവൻ 7-Eleven സോവനീർ പോലും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ക്യാരി ബാഗുകൾ, അവരുടെ കോഫി മഗ്ഗുകൾ, അത്രയും ആളുകൾ അതിന് ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനെ ഒരു നീഡ്, അങ്ങനെ ഒരു വാല്യൂ, അങ്ങനെ ഒരു കണക്ഷൻ കസ്റ്റമേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മളെ ഇതിപ്പം സാധാരണ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഹാരഡ്സ് പോലെയുള്ള UK ഹാരഡ്സ് പോലെയുള്ള പ്രീമിയം അപ്സ്കെയിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഷോപ്പ് ബ്രാൻഡ് എന്ന് വിളിക്കാവുന്ന ഹാരഡ്സ്, അവർ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പർ എലീറ്റ് ക്ലാസ്സിനെ മാത്രമാണ്. ബില്യനേഴ്സിനെയും മാത്രം അഡ്രസ്സ് ചെയ്തിട്ടുള്ള, അത്രയും വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം സെല് ചെയ്യുന്ന ആ ഒരു മോഡൽ ഫോളോ ചെയ്തുകൊണ്ടാണ് മുംബൈയിൽ ഫോർസ്ക്വയർ പോലെയുള്ള, ഫോർസ്ക്വയർ തന്നെയാണെന്ന് തോന്നുന്നു, സെലിബ്രിറ്റീസും ബില്യനേഴ്സും മാത്രം വന്ന് പർച്ചേസ് ചെയ്യുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സും അതേപോലെ ഡ്രിങ്ക്സും ഇമ്പോർട്ടഡ് വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസ് നമുക്ക് ഉണ്ടോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് തുറക്കുക എന്നുള്ളതാണ് അവർക്ക് ഫോളോ ചെയ്യുന്ന ഒരു രീതി. അതായത് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, അവരുടെ നീഡ്സ്, അവരുടെ പെയിൻസ്, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ ടേസ്റ്റ്, അതൊക്കെ വളരെ ഇൻഡിവിജ്വലൈസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കസ്റ്റമേഴ്സിൻ്റെ പെയിൻ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ ടേസ്റ്റ്, അത് വ്യത്യസ്തമായിരിക്കുമല്ലോ. എലൈറ്റ് ക്ലാസ്സിൻ്റെതായിരിക്കില്ലല്ലോ മീഡിയം ക്ലാസ്സിൻ്റെ. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇത് ഓപ്പൺ ആക്കുന്നത്? പലപ്പോഴും നമുക്ക് വേണ്ടി, കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയല്ലോ കുറേ ആൾക്കാർ, അപ്പോൾ ഇതൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ഇത് ആർക്ക് വേണ്ടി, ആരെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്?
അവരുടെ നീഡ്സും വാൺസും എന്താണ്. അവരുടെ വണ്ടിയിൽ ഇവിടെ വരുമോ ഇല്ലയോ, അവർ വന്നാൽ അവർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, എന്തൊക്കെ നോക്കണം. അവർക്ക് ഇതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്ന, വർഷങ്ങളായി ഇഷ്ടപ്പെടുന്ന, അവരുമായി ഭയങ്കര നല്ല ബോണ്ടുള്ള, പിന്നെ അവർക്ക് ഇതിനേക്കാൾ നല്ല റിലേഷനുള്ള മറ്റൊരു സ്ഥാപനം അപ്പുറത്തുണ്ടോ. ഇങ്ങനെ ഒത്തിരി എലമെൻ്റ് നോക്കാനുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അവർ കോമ്പറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു കിലോ പഞ്ചസാര സാധാരണ മസാലക്കടയിൽ നിന്ന് തൂക്കി വാങ്ങാൻ കിട്ടുന്ന ഒരു ബൈയിങ് പർച്ചേസിങ് എക്സ്പീരിയൻസ് അല്ല ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു റാക്കിൽ നിന്ന് 1 കിലോ പഞ്ചസാരയുടെ ഒരു പാക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്രയും കസ്റ്റമറിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള സാർ പറഞ്ഞ പോലെയുള്ള ഇൻസൈറ്റ്സ് അറിഞ്ഞേ പറ്റുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ്, അവർക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു പ്രത്യേക ഫീലിംഗ് അവർക്കുണ്ട് സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴുള്ള ഫീലിംഗ്. പക്ഷേ അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ. നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്ത് ഒത്തിരി ഫെസിലിറ്റിയും ഡിസ്പ്ലേ സംവിധാനങ്ങളും ഒക്കെ ചെയ്ത് ടെക്നോളജിയും കാര്യങ്ങളും ഒത്തിരി സ്റ്റാഫിനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൽ നിന്നും നമ്മളെപ്പോഴും കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പെർ യൂണിറ്റിലും നമുക്ക് കിട്ടുന്ന മാർജിൻ, അത് എത്ര നമ്മൾ വിറ്റാലാണ് നമുക്കൊരു ബ്രേക്ക് ഈവനിലേക്ക് എത്താൻ പറ്റുക. ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് വലിയൊരു ROI ഒക്കെ ആദ്യം വാഗ്ദാനം ചെയ്യും, പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം റെസ്റ്റോറൻ്റ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി അഡ്രസ്സിങ് എ റെലവൻറ്റ് പ്രോബ്ലം. ഒരു കൃത്യമായ പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുക. ഏത് ബിസിനസ്സും ഇന്ന് നിലനിൽക്കുന്നതും തുടങ്ങിയതും ഒക്കെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പുതിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ നമ്മളൊരു ഡിമാൻഡ്, എക്സിസ്റ്റിംഗ് ഡിമാൻഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂ ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഡിമാൻഡ് ഉണ്ടാവും. ഇത് ശരിക്കും പറയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ പിന്നെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളാണ്. അതായത് ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ഒന്നുകൂടെ ഒരു ഡീപ്പ് ഇൻസൈറ്റുള്ള അവിടെ ഒരു ബിസിനസ് സാധ്യതയുണ്ട്, ഇതിനൊരു ബിസിനസ് സാധ്യതയുണ്ട്. ആ ബിസിനസ് സാധ്യതയെ കാണുകയും ആ ആശയത്തെ ഒരു റിയൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ ആ രൂപത്തിൽ വേണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്ന ആളും ആലോചിക്കണം, ഈ ഒരു സാധനം ഫീസിബിൾ ആണോ, അത് നിൽക്കുമോ, അവിടെ എവിടെയാണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിൽ ബിസിനസ് ഓണേഴ്സ് മാത്രമല്ലല്ലോ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അവർക്ക് ഈ തരത്തിലുള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസിന് അടിസ്ഥാനത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ബിസിനസ് തുടങ്ങുന്നവരും ഇൻവെസ്റ്റേഴ്സും അവർ ഈക്വലി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഫീസിബിലിറ്റി. ഇതിങ്ങനെ പോയ എത്ര കാലം. ശരിക്ക് നമ്മൾ പറയുമ്പോഴേ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടർഫുൾ എക്കോണമിയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതേ സമയത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പൊളിയുന്ന, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ പൊളിയുന്ന, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള, ഏറ്റവും കൂടുതൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വാങ്ങി കളക്ട് ചെയ്തിട്ട് മുങ്ങിയ ഒക്കെയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ പല ആൾക്കാരും ഗൾഫിലേക്ക് പോയിട്ട് അവരുടെ 10, 15, 20 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരെ സമ്പാദ്യം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതിൻ്റെ കൃത്യമായ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടേ കൊടുക്കാവൂ. അതിൻ്റെ അവർ പറയുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കണ്ണ് ചിമ്മി വിശ്വസിക്കാതെ അത് എത്രത്തോളം സത്യമാണ്, എത്രത്തോളം അത് ശരിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനോടൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ ഓവർ എക്സൈറ്റഡ് ആയിട്ടൊരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് മോഡൽ കണ്ടിട്ട് ചാടിക്കറി തുടങ്ങുന്ന ആളുകളുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ മാർക്കറ്റ് അനാലിസിസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോട്ട് അനാലിസിസോ ഒന്നും നടത്താതെ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് പിന്നെ ഒരു ബ്ലൂ ഓഷനിലുള്ള എനിക്ക് ആരും ടച്ച് ചെയ്യാത്ത ആരും ടാപ്പ് ചെയ്യാത്തൊരു മാർക്കറ്റിലേക്കുള്ള ഒരു പുതിയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇതിലേക്ക് ഇറങ്ങി ചാടുന്നെങ്കിലും അവർ എത്തിപ്പെടുന്ന ഒരു ബ്ലഡി റെഡ് ഓഷനിലായിരിക്കും എന്നുള്ളതാണ് ഒരു പിന്നീടാണ് തിരിച്ചറിയാം. അപ്പോൾ ഐഡിയ ഉണ്ടായിരിക്കെ തന്നെ അതിനെ നേർച്ചർ ചെയ്ത് അതിനെ ഈ പറഞ്ഞ പോലെയുള്ള പ്രോപ്പർ അനാലിസിസിന് വിധേയമാക്കിയാൽ മാത്രമേ ഒരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് നടത്തിയാൽ തന്നെ അതിലേക്ക് ഇറങ്ങണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിതാണ്
ഈ റെഡ് ഓഷനും ബ്ലൂ ഓഷനും കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ തുടങ്ങുന്ന ആൾക്കാർ കരുതുന്നത് എന്താ, എനിക്ക് വേഗം കസ്റ്റമേഴ്സിനെ കിട്ടും. പക്ഷെ അവിടെ ഓരോ റെഡ് ഓഷൻ ആണെങ്കിൽ ഓരോ കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ എത്ര പൈസ കൊടുക്കണം, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കാക്ക് എന്നൊക്കെ പറയുമെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പല ബിസിനസ് ഓണേഴ്സും മനസ്സിലാക്കുന്നില്ല. വലിയൊരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ ഇൻഡിവിജ്വലി നമ്മളെ ബിഗ് പ്ലേയേഴ്സ് എത്രത്തോളം ആ ഓരോ കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം മെറ്റ ആഡ്സിൻ്റെ ടോട്ടൽ സ്പെൻഡ് ഏതൊരാൾക്കും മെറ്റയുടെ ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി പോയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര സ്പെൻഡ് ഈ നീഷിൽ നടന്നു, ഈ ഒരു ഏരിയയിൽ നടന്നു എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള ഒരു കോസ്റ്റ്. അത്രയും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. ഒരു മാത്രമല്ല അതിൽ അതാണ് ഈ നമ്മുടെ ഈ എക്സ്പീരിയൻസ് കർവ് എന്ന് പറയുന്ന ഒരു സാധനം. ഓരോ ബിസിനസ്സും നിലനിന്ന് ലേണിംഗ് കൂടുമ്പോഴും ഓട്ടോമാറ്റിക്കലി കുറയുന്നൊരു സാധനമാണ് CSE. അതായത് അവരെ ബ്രാൻഡ് ബിൽഡായി, ബ്രാൻഡ് പൊസിഷൻഡായി, ജനങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അധികം അഡ്വർടൈസ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, സ്വാഭാവികമായിട്ടും അവരുടെ CSE ഒക്കെ കുറയാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരാൾ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ സംസാരിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്കൊക്കെ എടുക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ എടുത്തു, പ്ലാന്റിൻ്റെ എടുത്തു, പിന്നെ സ്ഥലത്തിൻ്റെ എടുത്തു, ഇതൊക്കെ എടുത്തു. ഈവൺ ഒരു 6 മാസത്തേക്കുള്ള റിസർവ് ഫണ്ട് അടക്കം എടുത്തു. പക്ഷേ മാർക്കറ്റിങ്ങിന് കണ്ടിട്ടുണ്ടാവില്ല. ഈ റെഡ് ഓഷൻ ആണെങ്കിൽ മാർക്കറ്റിങ്ങിന് മാത്രം ഒരു 30% മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിന് എമൗണ്ട് കാണേണ്ടി വരും. പക്ഷെ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 6 മാസം 8 മാസം 10 മാസം കൊണ്ട് പല ബിസിനസ്സും പൂട്ടിപ്പോകും. അതേസമയം ചില ബിസിനസ്സുകൾ ഇപ്പം ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണെങ്കിൽ അതിനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്താൽ, ചെറുതായിട്ടൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്താൽ വലിയൊരു ലാർജർ മാർക്കറ്റിലേക്ക് എൻട്രി കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നെയ്ത്ത് എന്ന് പേരുള്ള ഒരു കേരള ബേസ്ഡ് കമ്പനി 2025 മെറ്റ് ഗാലയിൽ അവരുടെ ബ്ലൂ കാർപ്പറ്റ് അവരാണ് സപ്ലൈ ചെയ്തത്. അങ്ങനെ അവർ വളരെ അധികം മീഡിയ അറ്റൻഷൻ നേടുകയും അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിലെ വൺ ഓഫ് ദി ടോപ്പ് ലക്ഷറി റഗ് ആൻഡ് കാർപ്പറ്റ് ബിസിനസ്സിലെ ഒരു കീ പ്ലെയറാണ് അവരെന്നുള്ളത്. കേരളത്തിലെ സാധാരണ റഗ് ആൻഡ് കാർപ്പറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു ഐ തിങ്ക് വേലായുധൻ എന്നോ മറ്റോ പേരുള്ള അവരുടെ ഫാമിലിയിൽ നിന്നാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ബട്ട് അവരുടെ ടീം എന്താണ്, ഇൻ്റർനാഷണൽ ടീമാണ്. ഐ തിങ്ക് അതിലെ സ്ട്രാറ്റജിയിലും കൺസൾട്ടേഷനും മാർക്കറ്റിങ്ങിലൊക്കെ നല്ലൊരു ടീമുണ്ട്. ആ ടീമായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ട്വീക്ക് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ അവരെ സപ്പോർട്ട് ചെയ്തതും ഇൻ്റർനാഷണൽ മെറ്റ് ഗാല പോലെയുള്ള ഒരു ടോപ്പ് ഇവൻറ്റിലേക്കും ഓൾമോസ്റ്റ് എല്ലാ ലക്ഷറി ഹോട്ടലുകളിലേക്കൊക്കെ ഇവരുടെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളാണ് സെല് ചെയ്യുന്നത്. അപ്പം ആർക്കും അറിയില്ല എങ്ങനെ ഒരു പ്രോഡക്റ്റ്, എങ്ങനെ ഒരു കമ്പനി കേരളത്തിലുണ്ടെന്ന് നമുക്ക് മലയാളികളായ നമ്മൾക്ക് പോലും അറിയില്ല. പക്ഷെ അവരുടെ ഓഡിയൻസ് അവിടെയാണുള്ളത്. അതായത് ഈ സക്സസിൻ്റെ പിന്നിൽ സ്ട്രാറ്റജിക്ക് അത്യധികം റോളുണ്ട്. കാരണം ഇപ്പം ഒരു ബിസിനസ് പ്ലാൻ, ഒരു ഐഡിയ, ഒരു റോ ഐഡിയയിൽ നിന്ന് ബിസിനസ്സിങ്ങിന് വരുമ്പോഴേക്കും ഓരോ സ്റ്റെപ്പിലും ഓരോ സ്റ്റേജിലും സ്ട്രാറ്റജി ഉണ്ടാവണം. ഈ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പലരും കരുതിയിരിക്കുന്നത് എന്തോ വലിയ സാധനം എന്നാണ്. ഇത് ഓരോ എലമെൻറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര, പിന്നെ ബ്രേക്ക് ഈവൺ എപ്പോൾ, നമുക്കതിന് ആ ബ്രേക്ക് ഈവൺ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാം, ലൊക്കേഷൻ എവിടെ, ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, അതിനെങ്ങനെ റീഡിസൈൻ ചെയ്യണം, അങ്ങനെ തുടങ്ങി പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജി നമുക്ക് എടുക്കാം, പ്രൊമോഷനിൽ അല്ലെങ്കിൽ മെറ്റ ആഡ്സിൽ ഏതൊക്കെ സ്ട്രാറ്റജി നമുക്ക് എടുക്കാം, ഓരോന്നിനും സ്ട്രാറ്റജി ഉണ്ട്. നേരത്തെ പറഞ്ഞ പ്രൈസ് അനാലിസിസ് നമ്മൾ നടത്തിയത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി പ്രൈസ് അനാലിസിസ്. ആ കമ്പനിക്ക് പ്രൈസിങ്ങിനെ കുറിച്ച് അവരെന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഇട്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. നമ്മൾ അവർക്ക് അവരുടെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത്. അതായത് പലപ്പോഴും നല്ല പ്രോഫിറ്റ് തന്നെ ഉണ്ടാവും, പക്ഷെ അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു പക്ഷേ ക്യാഷ് ഫ്ലോയുടെ പ്രശ്നമായിരിക്കും. അങ്ങനെ അത് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് പിന്നീട് ഒരു ട്രബിളിലേക്ക് എത്തുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്ട്രാറ്റജി എന്നത് എന്തോ ഒരു നമ്മുടെ ഒരു പരിധിയിൽ വരാത്തൊരു സാധനമല്ല, മറിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പിലും, ഓരോ നിമിഷങ്ങളിലും, നമ്മൾ ഓരോ തീരുമാനങ്ങളിലും, നമ്മൾ ഓരോ ആക്ഷനിലും, നമ്മൾ ഓരോ പ്രോസസ്സിലും, പ്രത്യേകിച്ച് നമ്മൾ SOP ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിൽ നമ്മൾ എന്തെടുക്കുന്നു, അത് നമ്മുടെ മെയിൻ ഗോളിലേക്ക്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ അതെങ്ങനെ സഹായിക്കും, അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ സ്ട്രാറ്റജിയും സെറ്റ് ചെയ്യാൻ. ഇങ്ങനെ സ്ട്രാറ്റജിക്കായിട്ട് പോയാൽ ആ കോമ്പറ്റിറ്റീവ് എഡ്ജ് അഥവാ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഏത് ബിസിനസ്സിലും നിലനിർത്താൻ സാധിക്കും. കോമ്പറ്റീഷൻ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ കോമ്പീറ്റ് ഡിഫറെൻ്റ്ലി എന്ന് പറഞ്ഞിട്ടൊരു അപ്രോച്ച് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയണം, ഇപ്പോൾ നാച്ചുറൽസ് ഐസ്ക്രീമിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി, അതിൻ്റെ ഓണർ ഐ തിങ്ക് സീറോ ടെൻഷൻ, അതായത് അവർ ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഷുഗർ അവരുടെ ഐസ്ക്രീമിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഓണർ എന്താ ചെയ്തെന്ന് വെച്ചാൽ
നാച്ചുറൽസ് ഐസ്ക്രീമിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും മാറി മാറി ലേറ്റ് നൈറ്റുകളിൽ പോകും. ഒരു 11:30-12 മണിയാകുമ്പോഴേക്ക് അവർ ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് പോയിട്ട് അവിടുത്തെ ബില്ല് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അപ്പോൾ ബില്ലിൽ കൃത്യമായിട്ടുണ്ടോ എത്രാമത്തെ ഓർഡറാണെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഉണ്ടാകും. ഈ പ്രൈസും ടോട്ടൽ ഓർഡറൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്, അതിൻ്റെ നീഡ് എത്രയാണ്, എത്രത്തോളം സെയിൽ നടക്കുന്നത്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ആ ബിസിനസ് ഓണർ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് എത്തുന്നത്. അതേസമയം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായുള്ള ബിസിനസ് ഓണേഴ്സ്, സ്റ്റാർട്ടപ്സ് എന്താ വെച്ചാൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇത്തരം സ്റ്റഡീസ് ഒന്നും നടത്താതെയാണ് എന്ത് ചെയ്യുന്നത്, ചാടിക്കയറി അനാലിസിസ് ഉണ്ടാവില്ല പലർക്കും.